ഹലോ നമസ്കാരം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ഒരു വരുമാനം കണ്ടെത്താൻ പറ്റിയ ഒരു അടിപൊളി ബിസിനസ് ഐഡിയയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ചോദ്യം നേരെ നിങ്ങളോടാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്രിയേറ്റീവ് കഴിവുണ്ടോ? അതുപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാനമുണ്ടാക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോൾ എന്താകും അതിനൊരു വഴി, അല്ലേ? ഇതാണ് ഉത്തരം. വളരെ സിമ്പിൾ, പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ബിസിനസ്. ഫോട്ടോ ഫ്രെയിം ആൻഡ് വാൾ ഡെക്കർ ബിസിനസ്. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ നല്ല ഓർമ്മകളൊക്കെ ഭംഗിയായി സൂക്ഷിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇഷ്ടത്തിലാണ് നമ്മുടെ ബിസിനസ് അവസരം ഒളിഞ്ഞിരിക്കുന്നത്. ശരി, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫോട്ടോ ഫ്രെയിം ബിസിനസ് ഇത്രയും നല്ലൊരു ഓപ്ഷനാണെന്ന് നമ്മൾ പറയുന്നത്? അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഫോട്ടോ ഫ്രെയിം ഇല്ലാത്തൊരു വീട് കാണാൻ പറ്റുമോ? വളരെ കുറവായിരിക്കും, അല്ലേ? പിന്നെ കല്യാണം, ബർത്ത്ഡേ, ആനിവേഴ്സറി, എന്താഘോഷം വന്നാലും ഗിഫ്റ്റ് കൊടുക്കാനും സ്വന്തം വീട്ടിൽ വെക്കാനും ഫ്രെയിമുകൾക്കെപ്പോഴും ഡിമാൻഡുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ഇതിന് വലിയ ഫാക്ടറിയോ കടയോ ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ മുറി, അത് മതി തുടങ്ങാൻ. ഏതൊരു ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ടെൻഷൻ എന്തായിരിക്കും? മുതൽ മുടക്ക്, അല്ലേ? എത്ര കാശ് വേണം എന്നുള്ളത്. എന്നാൽ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് അതാണ്. വെറും 10,000 രൂപ. അതെ, കേട്ടത് ശരിയാണ്. ഏകദേശം ഒരു 10,000 രൂപയുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നാം, പക്ഷേ നമുക്കതിൻ്റെ കണക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. കണ്ടില്ലേ, ഇതിലെ പ്രധാന ചിലവ് വരുന്നത് തുടക്കത്തിൽ നമുക്ക് വേണ്ട കുറച്ച് ഫ്രെയിമുകൾ വാങ്ങാനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മൗണ്ട് ബോർഡ്, ഹുക്ക്, പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, പിന്നെ കട്ടർ പോലെയുള്ള ചെറിയ ചില ടൂൾസ്, ഇതിനൊക്കെയാണ് ബാക്കി തുക. അതായത് കൃത്യമായി പ്ലാൻ ചെയ്താൽ ഈ പറഞ്ഞ 10,000 രൂപയിൽ തന്നെ സുഖമായിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ പൈസയുടെ കാര്യം നമ്മൾ സംസാരിച്ചു. ഇനി അടുത്തത്, എന്താണ് നമ്മുടെ ജോലി? നമ്മൾ ശരിക്കും എന്താണ് ഇതിൽ ചെയ്യേണ്ടത്? നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കാം. നമ്മുടെ പ്രധാന ജോലി എന്താന്ന് വെച്ചാൽ, ഒരു കസ്റ്റമർ നമുക്കൊരു ഫോട്ടോ തരുന്നു. നമ്മൾ ആ ഫോട്ടോയെ അവരുടെ വീട്ടിലെ ചുമരിൽ തൂക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു വാൾ ഡെക്കറാക്കി മാറ്റിക്കൊടുക്കുന്നു. അത്രയുള്ളൂ. അപ്പോൾ ഇതൊരു സാധനം വിൽക്കൽ മാത്രമല്ല, അതൊരു ക്രിയേറ്റീവ് സർവീസ് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കൂ, ഈ 5 സ്റ്റെപ്പുകളിലായിട്ട് നമുക്ക് ഈ പണി തീർക്കാം. ആദ്യം കസ്റ്റമറോട് സംസാരിച്ച് നല്ലൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്, ആ ഫോട്ടോ നല്ല ക്വാളിറ്റിയിൽ പ്രിന്റ് എടുക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ്, അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിം തിരഞ്ഞെടുക്കുക. നാലാമതായി, ആ ഫോട്ടോ ഫ്രെയിമിൽ നല്ല വൃത്തിയായിട്ട് ഫിറ്റ് ചെയ്യുക. അവസാനം, പൊട്ടാതെയും കേടുവരാതെയും നല്ല രീതിയിൽ ബാക്ക് ചെയ്ത് ഡെലിവറിക്ക് റെഡിയാക്കുക. സിമ്പിളല്ലേ? അപ്പോൾ എത്ര പൈസ മുടക്കണമെന്ന് നമ്മൾ കണ്ടു, എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. ഇനി എല്ലാവർക്കും അറിയാൻ ഏറ്റവും ആഗ്രഹമുള്ള കാര്യം, ലാഭം. ഇതിൽ നിന്ന് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം നോക്കാം. ഒരു A3 സൈസ് ഫ്രെയിം എടുക്കാം. അത് പ്രിന്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് റെഡിയാക്കാൻ നമുക്ക് വരുന്ന ടോട്ടൽ ചെലവ് ഏകദേശം 250 രൂപയാണെന്ന് വയ്ക്കുക. പക്ഷേ ഇത് നമുക്ക് മാർക്കറ്റിൽ 450 രൂപ മുതൽ 600 രൂപ വരെ വിലയിട്ട് വിൽക്കാൻ പറ്റും. അതായത് ഒരൊറ്റ ഫ്രെയിം വിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ലാഭം ഏകദേശം 200 രൂപ മുതൽ 350 രൂപ വരെയാണ്. ഓർക്കണം, ഇത് ഒരെണ്ണത്തിന്റെ മാത്രം കണക്കാണ്. ഒരു ദിവസം ഒരു 2-3 ഓർഡർ കിട്ടിയാൽ തന്നെ എത്രയായി? നല്ലൊരു വരുമാനം ഇതിൽ നിന്നുണ്ടാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഒറ്റ ഫ്രെയിമിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നില്ല. ഇപ്പോൾ ഈ പല ഫ്രെയിമുകൾ ചേർത്ത് വയ്ക്കുന്ന വാൾ ഡെക്കർ സെറ്റുകളിലെ അത് നല്ല ഡിമാൻഡുണ്ട്. അങ്ങനെയുള്ള ഓർഡറുകൾ കിട്ടിയാൽ ലാഭം ഇതിലും കൂടും. ഓക്കെ, അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് റെഡി. ലാഭത്തിന്റെ കണക്കും മനസ്സിലായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത് എങ്ങനെ വിൽക്കും? എങ്ങനെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തും? വലിയ പരസ്യങ്ങളോ കടകളോ ഒന്നും വേണ്ട. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ സ്മാർട്ട് ഫോൺ, അത് മതി. നമ്മുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സെയിൽസ് ടൂൾ വാട്സാപ്പ് തന്നെയാണ്. ചെയ്യേണ്ടത് ഇത്രയുള്ളൂ. ഒരു വാട്സാപ്പ് ബിസിനസ് അക്കൗണ്ട് തുടങ്ങി അതിലൊരു കാറ്റലോഗ് സെറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല 2-3 വർക്കുകളുടെ ഫോട്ടോസ് അതിൽ അപ്ലോഡ് ചെയ്യുക. ബർത്ത്ഡേ, വെഡ്ഡിങ്, ഫാമിലി ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറി തിരിച്ചു വെച്ചാൽ ആളുകൾക്ക് നോക്കാൻ എളുപ്പമായിരിക്കും. കസ്റ്റമേഴ്സിന് അതിൽ നോക്കി ഇഷ്ടപ്പെട്ട് നേരിട്ട് ഓർഡർ തരാൻ പറ്റും. ശരി, അപ്പോൾ ബിസിനസ് തുടങ്ങി. ഇനി ഇതിൽ പിടിച്ചു നിൽക്കാനും നല്ല രീതിയിൽ വളരാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ക്വാളിറ്റി. ചെയ്യുന്ന വർക്കിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. നല്ല പെർഫെക്റ്റ് ഫിനിഷിംഗ് കൊടുക്കണം. പിന്നെ ഗ്ലാസൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഡെലിവറി സമയത്ത് നല്ല സേഫായിട്ടുള്ള പാക്കേജിംഗ് നിർബന്ധമാണ്. പതിയെ പതിയെ നിങ്ങളുടെ വർക്കിന് സ്വന്തമായൊരു പേര്, അതായത് ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയെടുക്കുന്നത് ബിസിനസ് വളരാൻ ഒരുപാട് സഹായിക്കും.
അപ്പോൾ ഈ ബിസിനസ് ആർക്കൊക്കെയാണ് പറ്റിയത്? സത്യം പറഞ്ഞാൽ ആർക്കു വേണമെങ്കിലും ചെയ്യാം. പഠിക്കുന്ന സ്റ്റുഡൻസിനും വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയുടെ കൂടെ ഒരു സൈഡ് ഇൻകം വേണ്ടവർക്കും അങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ള ആർക്കും ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. നിങ്ങളുടെ ഉള്ളിലെ ആ ക്രിയേറ്റിവിറ്റിയെ ഒരു വരുമാനമാക്കി മാറ്റാൻ നിങ്ങൾ റെഡിയാണോ? വളരെ ചെറിയൊരു മുതൽമുടക്കിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഈ അവസരത്തെക്കുറിച്ച് ഒന്ന് ഗൗരവമായി ആലോചിച്ചു നോക്കൂ. ഒരുപക്ഷേ ഇതായിരിക്കാം നിങ്ങളുടെ ആ ആദ്യത്തെ സ്റ്റെപ്പ്.